കിടപ്പുണ്ടോ പാവം. ക്യാപ്പൊക്കെ ഇട്ട് ആ മുറിവ് അവളെ ഇളക്കി ക്യാപ്പൂടെ ഞാൻ വെച്ച് കൊടുത്ത്. ആ മൂലയ്ക്കേ പോയി കിടക്കത്തുള്ളൂ. എത്ര പേപ്പറൊക്കെ ഇവിടെ അവളവിടെ കിടക്കുള്ളൂ. അവളവിടെ മൂലയ്ക്ക് പേടിച്ചിട്ട് ഇങ്ങനെ എപ്പോഴും മുറിവ് നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ പോകുമെന്നുള്ള പേടിയായിരിക്കും. വലിച്ചിളക്കിയതെല്ലാം നക്കിയിട്ട് കുത്തിക്കിട്ട് ഇളക്കിയോ എന്നൊരു സംശയമുണ്ട്. ഞാനത് പഞ്ഞിയൊക്കെ വെച്ച് നോക്കട്ടെ മക്കളെ. പഞ്ഞിയൊക്കെ വെച്ചിട്ടേ കെട്ടി വെച്ചിരിക്കുക അഴിക്കാതെ. കുഞ്ഞേ വലിച്ചിളക്കല്ലേ മക്കളെ, കേട്ടോ, വലിച്ചിളക്കല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ആ കുരുപ്പുങ്ങൾ 4 പേരും കൂടെ വന്ന് ഞാൻ എൻ്റെ കണ്ണ് വെട്ടിച്ച് പാലും കുടിച്ച്. എന്താ ചെയ്യാനാന്ന് പറ. അങ്ങനെ പൊട്ടിയതാണോ അതിന് ഇവള് നക്കിയപ്പം പൊട്ടിയതാണോ ഒന്നും അറിഞ്ഞൂടാ. നിമിഷം എൻ്റെ ശ്രദ്ധയൊന്ന് വിട്ടുപോയതുകൊണ്ട് ഇതുപോലെ വിഷമമില്ല. പാവം കിടക്കുന്നുണ്ടോ ചെയ്യാനാ. ഇനി ഒന്ന് കരിഞ്ഞ് കിട്ടുന്നിടം വരെ ഒരു സമാധാനമില്ല. എപ്പോഴും ഇവളുടെ ശ്രദ്ധയിലാണ് എൻ്റെ കണ്ണ്. പിന്നെ ഇപ്പം രാത്രി ഉറക്കം ഒഴിഞ്ഞ് വരെയും കുത്തിയിരുന്ന് ഫുഡ് കൊടുത്തിട്ട് ക്യാപ്പും തലയിൽ വെച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. അല്ലേ പിന്നെ കുറഞ്ഞില്ലേ ഡോക്ടറെ ഒന്നുകൂടെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ച്.